മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടെത്താനും താൻ കണ്ടെത്തിയ സത്യത്തെ ആഞ്ഞുപുലുകാനും ആ സത്യത്തിനു വേണ്ടി രക്തസാക്ഷിയാകാനും ഭാഗ്യം ലഭിച്ച മഹാവിശുദ്ധയാണ് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ എന്ന കുരിശിൻ്റെ സിസ്റ്റർ തെരേസ ബെനഡിക്ത. ഈഡിത്ത് സ്റ്റെയിൻ 1891 ഒക്ടോബർ 2 ജർമ്മനിയിലെ ബ്രേസ്ലായിൽ ഒരു യഹൂദ കുടുംബത്തിൽ ഭൂജാതയായി. പഠനത്തിൽ സമൃദ്ധിയായിരുന്ന ഈഡിത്ത് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ബ്രേസ്ലായിലും ഗോട്ടിങ്ങയിലുമുള്ള സർവകലാശാലയിൽ ഭാഷ, ചരിത്രം, തത്വശാസ്ത്രം എന്നിവ സ്വായത്തമാക്കി. ഫ്രൈബൂർഗ് സർവകലാശാലയിൽ നിന്നും 1916 തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. അവളുടെ പഠനവും പ്രവർത്തനവും യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള ഒരു യാത്രയായിരുന്നു. കൗമാര കാലഘട്ടത്തിൽ തീർത്തും നിരീശ്വരവാദിയായിരുന്നു ഈഡിത്ത്. എങ്കിലും സത്യത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ഒരു ദാഹം അവളെ ചൂഴ്ന്നു നിന്നിരുന്നു. 1921 ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ജീവചരിത്രം വായിച്ചതിലൂടെ അവളുടെ ജീവിതം ആകെ മാറിമറിഞ്ഞു. അവസാനം താൻ സത്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആത്മകഥം ചെയ്തുകൊണ്ടാണ് ഈഡിത്ത് അമ്മ ത്രേസ്യായുടെ ജീവചരിത്ര പുസ്തകം അടച്ചത്. 1922 ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈഡിത്ത് നീണ്ട 10 വർഷക്കാലം വിവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വ്യാപൃതിയായി. 1933 കൊളോണിലെ കർമ്മല മഠത്തിൽ പ്രവേശിച്ച് താൻ കണ്ടെത്തിയ നിത്യസത്യത്തിന് ജീവിതം പരിപൂർണമായി സമർപ്പിച്ചു. കർമ്മല വസ്ത്രത്തിനുള്ളിലെ ദാവീദിൻ്റെ നക്ഷത്രമെന്നാണ് വിശുദ്ധനായ ജോൺ പോൾ പാപ്പ ഈഡിത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഐക്കൺ ഓഫ് യൂത്ത് എന്ന പേരിലും ഈഡിത്ത് അറിയപ്പെടുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെ തിരികെ കിട്ടാനും രക്തസാക്ഷികളാകാൻ ആഗ്രഹിക്കുന്നവരെയും ലോക യുവജനങ്ങളെയും സഹായിക്കുന്ന പ്രത്യേക മധ്യസ്ഥ കൂടിയാണ് ഈഡിത്ത്. സത്യമന്വേഷിച്ചുള്ള അവളുടെ ജീവിതയാത്രയെക്കുറിച്ച് അവൾ ഇപ്രകാരമാണ് പറയുന്നത്: സത്യത്തിനു വേണ്ടിയുള്ള എൻ്റെ യാത്ര എൻ്റെ ചെറിയൊരു പ്രാർത്ഥനയായിരുന്നു എന്ന്. ക്രിസ്തുവിൻ്റെ കുരിശ് അവകാശവും അഭിമാനവുമായി കരുതിയ ഈഡിത്ത് ഇങ്ങനെ ഉരുവിട്ടിരുന്നു: ഓ കുരിശേ, വിശുദ്ധ കുരിശേ, നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നീയാണ് ഞങ്ങളുടെ അഭയം. വിശുദ്ധ കുരിശിനെ സ്നേഹിക്കാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് വിശുദ്ധ ഈഡിത്ത്. ഒരു പണ്ഡിതയുടെയും വിശുദ്ധയുടെയും ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈഡിത്തിൻ്റെ കൃതികൾ. അതിൽ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് കുരിശിൻ്റെ ശാസ്ത്രം. അവളുടെ ആത്മീയ ജീവിതത്തെ തന്നെ വെളിപ്പെടുത്തുന്ന മറ്റൊരു കൃതിയാണ് നിഗൂഢ ജീവിതം. ഈഡിത്ത് സ്റ്റെയിൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്: നന്മ ചെയ്യുന്നതെല്ലാം ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമാണ്. എന്നാൽ സ്നേഹം അതിൽ തന്നെ ഒരു ലക്ഷ്യമാണ്. അതിന് മാർഗത്തിൻ്റെ ആവശ്യമില്ല, കാരണം ദൈവം സ്നേഹമാണ്. വിശുദ്ധ ഈഡിത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു OCD വൈദികൻ്റെ പ്രസംഗത്തിൽ നിന്നുമാണ്. പിന്നീട് കർമ്മലയിൽ വന്ന് വിശുദ്ധിയെക്കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ അവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. എന്നെ നിത്യതയോളം ഉയർത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ പ്രചോദിപ്പിക്കുന്നത് ഈ വലിയ വിശുദ്ധയാണ്. വിശുദ്ധ ഇപ്രകാരം പറയുന്നുണ്ട്: ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുമെന്ന്. ആത്മീയ ജീവിതയാത്രയിൽ നമുക്കും ഈ വിശുദ്ധിയുടെ സഹായം തേടാം. സത്യത്തെ സ്വന്തമാക്കിയ ഈ സുന്ദരസൂനം അധികനാൾ കർമ്മലയിൽ വസിച്ചില്ല. യഹൂദരെ കൊന്നൊടുക്കുന്ന ഹിറ്റ്ലറിൻ്റെ ക്രൂരകരങ്ങൾ ഈഡിത്തിനെയും തേടിയെത്തി. 1942 ആഗസ്റ്റ് 2 ഈഡിത്തും സഹോദരി റോസയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രസിദ്ധ തടങ്കൽ പാളയമായ ഔഷ്വിറ്റ്സിലെ ഗ്യാസ് ചേംബറിലെ വിഷവാതകമേറ്റ് ആ കുഞ്ഞാത്മാവ്, ആ സത്യാന്വേഷിക തൻ്റെ ആത്മാവിനെ
ലോകത്തിൻ്റെ വിഷവായു ഏൽക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. അവളുടെ അവസാനത്തെ മൊഴി ഇപ്രകാരമായിരുന്നു: വരൂ, നമുക്കും നമ്മുടെ ജനത്തിനു വേണ്ടി പോകാം. 1998 ഒക്ടോബർ 11 ജോൺ പോൾ പാപ്പ ഈഡിത്തിനെ വിശുദ്ധയായി നാമകരണം ചെയ്തു. സത്യമന്വേഷിക്കുന്ന യുവഹൃദയങ്ങളെ, വിശുദ്ധ ഈഡിസ്തെയിൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് യഥാർത്ഥ സത്യത്തെ അറിയാൻ, അറിഞ്ഞ സത്യത്തെ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കാൻ, ധീരതയോടെ ജീവിക്കാൻ. ഈഡിസ്തെയിൻ വഴി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.